വയനാട് കടുവയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട സാലുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ജനാധിപത്യത്തിൽ നിന്നും മൃഗാധിപത്യത്തിലേക്കുള്ള ഒരു പോക്കാണോ കേരളം? മനുഷ്യനെ പരിഗണിക്കാതെ മൃഗങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? മനുഷ്യന് സംരക്ഷണം നൽകേണ്ട ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ മലയോര മേഖലയിൽ നടക്കുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിസ്സംഗത പുലർത്തുന്നു? എന്തുകൊണ്ട് ശക്തമായ നടപടികൾ എടുക്കുവാൻ, മനുഷ്യജീവൻ സംരക്ഷിക്കുവാൻ എന്തുകൊണ്ട് വിമുഖത കാട്ടുന്നു? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മരിച്ചുപോയ സാലുവിന്റെ കുടുംബാംഗങ്ങൾ ചേരുന്നു. ഒപ്പം തന്നെ പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, ഒപ്പം വയനാട് നിന്നും KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ KL പൗലോസ്, ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ മരിച്ചുപോയ സാലുവിന്റെ ഭാര്യ സിനി തോമസിനോടാണ് ചോദ്യം. വയനാട് ഈ അടുത്ത നാളുകളിലായി ഒട്ടേറെ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന രീതിയിൽ പല ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ സാലുവിന്റെ മരണം നമുക്കറിയാം, അത്തരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു മരണമാണ്. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 15 കിലോമീറ്ററിന് ഇപ്പുറമാണ് ഈ സാലുവിന്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം തന്നെ വളരെയധികം ദൂരെയുള്ള ഒരു പ്രദേശത്താണ്. മാത്രമല്ല സ്വന്തം പുരയിടത്തിൽ തൊഴിൽ എടുക്കുമ്പോഴാണ് സാലു കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ആ ദിവസം സംഭവിച്ചത്? ആ ഒരു വേദനയിൽ തീർച്ചയായും പങ്കുചേർന്നുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ ദിവസം സംഭവിച്ചത്? ശ്രീസിനി. ചേട്ടായി രാവിലെ ഫാമിലേക്ക് പോയതാ ഇവിടുന്ന്. അപ്പൊ ഫാമി എന്നോട് പറഞ്ഞു പോയി ഫാമി പോയി തിരിച്ചു വരുന്ന വഴിക്ക് തോട്ടത്തിൽ കയറി കാപ്പി മുളകൊക്കെ നോക്കി വെച്ച് വരുവോളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. പിന്നെ ഞാൻ അറിയണത് 11 മണിയോട് കൂടി ആയപ്പോഴാണ് ഇങ്ങനെ അറിയണത് ഇങ്ങനെ പറ്റുന്നുള്ളത് ഞാൻ അറിയുന്നത്. ഒപ്പം തന്നെ ശ്രീ സിനി ചേച്ചി, നമുക്കറിയാം വയനാട് നിരന്തരമായി വന്യജീവി ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ ഭവനം സന്ദർശിക്കുകയുണ്ടായി. ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപം ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അവര് വന്നായിരുന്നു. വന്ന് അവര് സംസാരിച്ച് ഞങ്ങളോട് സംസാരിച്ചിട്ടൊക്കെ അവര് പോയി. ഒപ്പം തന്നെ ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രദേശത്തെ ഒരു നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള കൃഷിയിടങ്ങളിലേക്കൊക്കെ വന്യജീവി ആക്രമണങ്ങൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ വന്യജീവികൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷം അവിടെ ഉണ്ടോ? ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കടുവ വരുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഒത്തിരി ദൂരമാണ്, ഫോറസ്റ്റുമായിട്ട് നമ്മൾ ഒത്തിരി ദൂരെ താമസിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് അങ്ങനെ വരുന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കും ഇല്ല. ഏകദേശം എത്ര കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ? പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നാം പ്രതീക്ഷിക്കുന്ന ഏരിയയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ അകലെയായിട്ടാണ് ഭവനം സ്ഥിതി ചെയ്യുന്നത്? 20 കിലോമീറ്റർ. നമ്മുടെ ഇവിടെ 20 കിലോമീറ്റർ അകലെയാ ഫോറസ്റ്റ് ഉള്ളത്. ഓക്കെ. അപ്പം ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അല്ലെ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു അണ്ണാനോ അങ്ങനെയുള്ള മൃഗങ്ങളോ ഒന്നും നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കടുവ വരുമെന്ന് പോലും നമ്മൾ വിചാരിക്കുന്നില്ല. നിലവിൽ ആ ഒരു പ്രദേശത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ജനങ്ങൾ ഭീതിയിലാണോ? എല്ലാവരും ഭീതിയിലാണ്. പിള്ളേരും വലിയവരും എല്ലാവരും തന്നെ പേടിച്ചിട്ട് സന്ധ്യ കഴിഞ്ഞ് പുറത്തു പോലും ഇറങ്ങാൻ പേടിയാണ് ഇപ്പൊ എല്ലാവർക്കും. പകല് പോലും പുറത്തിറങ്ങാൻ പേടിയാണ്. കന്നുകാലിയെ വളർത്തുന്നവർക്ക് പുലി എത്താൻ പോലും പോകാൻ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. ഒരു ഭീതിയിൽ തന്നെയാണ് ആ ഒരു പ്രദേശം കഴിയുന്നത്. നമുക്കറിയാം വന്യജീവികൾ നാട്ടിൽ ഇറങ്ങാതെ മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഈ സംഭവത്തിന് ശേഷം അവർ ആ പ്രദേശത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ, അങ്ങനെ ബോധവൽക്കരണം അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ടോ ആ മേഖലയിൽ? അവര് നടത്തുന്നുണ്ട്. അവര് എല്ലാവരും ഇതിനെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. രാത്രിയിലാണെങ്കിലും അവര് വന്ന് ഇതിലെയൊക്കെ കറങ്ങുന്നുണ്ട്. എല്ലായിടത്തോടെ അന്വേഷിച്ച് രാത്രി കൂടെ ഒക്കെ അവര് നടക്കുന്നുണ്ട്.
ഒപ്പം സാലുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മകൾ സോന വളരെയധികം വിഷമത്തോടെ മാധ്യമങ്ങളോട് പങ്കുവച്ചൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വയനാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ? കൃത്യമായ രീതിയിൽ അവിടെ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ പപ്പയുടെ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ സോന? അവരുടെ ഭാഗത്തുനിന്ന് ശരിയായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്റെ ചാച്ചി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാത്തത്. നല്ലൊരു ആംബുലൻസ് സൗകര്യമോ അതുപോലെ നല്ലൊരു ചികിത്സയോ അവര് ചെറിയ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തെങ്കിലും പക്ഷെ ആ ബ്ലഡ് പോവാതെ നിർത്താനുള്ള ഒരു സൗകര്യം, അത് ചാച്ചന്റെ ശരീരത്ത് ബ്ലഡ് കയറ്റാനുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തില്ല. ബ്ലഡ് വാർന്നാണ് എന്റെ ചാച്ചി മരണപ്പെടുന്നത്. അതല്ലാതെ ചാച്ചയുടെ ബോഡിയിൽ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല, ഒരു പ്രശ്നവും ഇല്ല. ബ്ലഡ് ശരീരത്തിൽ നിന്ന് വാർന്നു പോയത് കൊണ്ട് മാത്രമാണ് ചാച്ചി മരിക്കുന്നത്. അതായത് കാലില് കടുവ അടിക്കുന്ന കാലിലുള്ള ഒരു വലിയ മുറിവ് മാത്രം, തൊടേന്റെ തൊടഭാഗത്താണ് മുറിവുള്ളത്. അവിടുത്തെ ഞരമ്പുകളൊക്കെ കട്ടായി അങ്ങനെ അവിടുന്ന് ബ്ലഡ് പോയിട്ടാണ്, ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ചാച്ച മരണപ്പെടുന്നത്. 11:45 കൂടി മാനന്തവാടി ഹോസ്പിറ്റലിൽ എത്തിച്ചാണ് എന്റെ ചാച്ചനെ. ഏകദേശം എത്ര മണിക്കായിരുന്നു ഈ ആക്രമണം സംഭവിച്ചത്? എത്ര മണിക്കായിരുന്നു? ഒരു 11 മണിയോട് കൂടിയാണ് അതിനുശേഷം ഒരു 11:45 കൂടി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അവിടെ കുറെ അവിടുന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ആദ്യം ഏത് ഹോസ്പിറ്റലായിരുന്നു എത്തിച്ചത്? ആദ്യം മെഡിക്കൽ കോളേജിലാണ് കയറ്റിയത്. അവിടുന്ന് ഇതൊക്കെ ചെയ്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ റെഫർ ചെയ്തു. അങ്ങനെ അവിടുന്ന് 108 എന്ന ആംബുലൻസിലാണ് അവിടുന്ന് ചാച്ചനെ കൊണ്ടുപോകുന്നത്. ഒരു അച്ഛൻ്റെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ. പിന്നെ എന്റെ അമ്മയും ചാച്ചന്റെ ചേട്ടനും അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയ വഴിക്ക് ചാച്ചയ്ക്ക് അസ്വസ്ഥതകളൊക്കെ തോന്നി. അങ്ങനെ 1:30 കൂടി നമ്മുടെ വയനാട്ടി ഹോസ്പിറ്റലിൽ കയറ്റി. അവിടുന്ന് അവിടെ ഒരു മണിക്കൂറുകളിലൂടെ അവിടെ ചാച്ചനെ അവിടെ ഇതാക്കിയിട്ട് പിന്നെ ഒരു 2:50 കൂടിയാണ് ലിയോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. വയനാട്ടിൽ ബ്ലഡ് ഇല്ലാത്തത് കൊണ്ടാണ് ലിയോ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ അവർ പറഞ്ഞത്. അതായത് വയനാട് ലിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതായത് വയനാട് മെഡിക്കൽ കോളേജില് ബ്ലഡ് ഇല്ലായിരുന്നു, അതാണ് പറയുന്നത്. ബ്ലഡ് ഉണ്ടെന്ന് അവര് പറഞ്ഞിട്ടില്ല. അവര് ഞങ്ങളോട് ബ്ലഡ് അവിടുന്ന് കയറ്റിയിട്ടില്ല. അവര് അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം വയനാട്ടിൽ അവിടെ ചാച്ചയ്ക്ക് വണ്ടിയിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വയനാട്ടിൽ നിന്ന് ബ്ലഡ് കയറ്റാൻ നോക്കിയപ്പോ അവിടെ വയനാട്ടില് ബ്ലഡ് ഇല്ല. അവിടെ നിന്നാണ് ലിയോയിലേക്ക് ബ്ലഡ് ഉണ്ടെന്നും പറഞ്ഞ് ലിയോയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. സോനയിലേക്കും ശ്രീമതി സിനിയിലേക്കും തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, സാലുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞ വാക്കുകൾ അങ്ങ് ശ്രദ്ധിച്ചു കാണാം. പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ ഈ വനപ്രദേശത്തു നിന്നും അകലെ താമസിക്കുന്ന ലോ റേഞ്ചിലുള്ളവരൊക്കെ വിചാരിക്കുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭവനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃഷിയിടങ്ങളിലാണ് ഒരു ആക്രമണം ഉണ്ടായത്. രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ആക്രമണം ഉണ്ടായത് നേരത്തെ കുടുംബാംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഈ വന്യജീവി ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെ വെച്ചാണ്. സ്വന്തം കൃഷിയിടത്ത് വനത്തിൽ അതിക്രമിച്ചു കയറിയപ്പോഴല്ല, സ്വന്തം കൃഷിയിടത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാലുവിന്റെ മേൽ ആക്രമണം ഉണ്ടായത്. ഒപ്പം തന്നെ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാമായിരുന്ന നിർണായകമായ സമയങ്ങളാണ് നമ്മുടെ ചികിത്സാ സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത മൂലം നഷ്ടപ്പെട്ടത്. നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മനുഷ്യനേക്കാൾ മൃഗങ്ങളെ കരുതുന്ന രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളും ഒപ്പം തന്നെ അധികാരവർഗവും ഒക്കെ മാറുന്നതിന്റെ ഒരു ഉദാഹരണമല്ലേ സാലുവിന്റെ ഒരു മരണം? ശ്രീ PC ജോർജ്. അങ്ങനെ ഒരു നല്ല സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ സാലു, ആ നല്ല ഹൃദയമുള്ള മനുഷ്യന്റെ നിര്യാണത്തിൽ ആ കുടുംബത്തോട് എന്റെ അനുശോചനം അറിയിക്കുകയാണ്. ആദ്യം എന്റെ വേദന അറിയിക്കുന്നു. പക്ഷെ ജോർജിയെ പറഞ്ഞതിനടുത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഇത് കടുവ ആക്രമണത്തിലല്ല
ആ സഹോദരൻ മരിച്ചത്. ആക്രമണം ഉണ്ടായ ആ സമയത്ത് തന്നെ ജനം 11 മണിക്ക് അറിഞ്ഞതാണ്. വേണ്ട ആശുപത്രി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സാലു ആ കുടുംബത്തോടൊപ്പം നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ പറയുമ്പോ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എന്നൊന്നും പറയരുത്. കടുവ ആക്രമണവും അതോടൊപ്പം ഗവൺമെന്റിന്റെ അനാസ്ഥയും മൂലം നമ്മെ വിട്ടുപിരിഞ്ഞ് സാലു എന്നേ പറയാവൂ. അത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ഞാൻ അന്ന് ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോഴത്തെ പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 20 കിലോമീറ്റർ അകൽ വെച്ച ഈ സംഭവം. സ്വാഭാവികമായിട്ട് 20 കിലോമീറ്റർ ആ കടുവ ഒളിച്ചു വന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ആളുകൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കടുവ അല്ലെ വന്യമൃഗം വന്നു എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ അവരുടനെ പഞ്ചായത്തിലേക്ക് വിളിക്കുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു, അന്വേഷിക്കുന്നു, എന്നിട്ട് കൂട് വെക്കുന്നതെന്ന്. കൂട് വെക്കണമെങ്കിൽ തന്നെ അതിന് വേറെ നടപടിക്രമങ്ങളാണ്. ഒരു നടപടിക്രമങ്ങളുടെ നൂലാമാല കൊണ്ട് ഒരിക്കലും ഫോറസ്റ്റ് എന്ന് ചാടുന്ന മൃഗങ്ങളെ നിരോധിക്കാനും ശക്തമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞാനിത് പറയും, മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പൂഞ്ഞാർ MLA ആയിരുന്നു 34 കൊല്ലത്തോളം. എരുമേലി, കോരുത്തോട് പഞ്ചായത്തുകളിലാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം പൂഞ്ഞാറിൽ ഏറ്റവും കൂടുതലുള്ളത്. അതിലെ എരുമേലി പഞ്ചായത്തിലെ ഉള്ള മേഖലയിൽ അവിടെയാണ് ഇപ്പോഴും പ്രശ്നമായിരിക്കുന്നത്. ആ എരുമേലി പഞ്ചായത്തെ മാത്രം ഞാൻ കോരുത്തോട് പഞ്ചായത്തും 27 കിലോമീറ്റർ നീളത്തിൽ പ്പെടുത്തി. എന്ന് വേണ്ടി ഒരു കാട്ടാനയുടെ ശല്യമോ കാട്ടുമൃഗങ്ങളുടെ ശല്യമോ നാട്ടിലുണ്ടായില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ പരാജയപ്പെട്ട ശേഷം ഞാൻ എന്റെ മുഴുപ്പ് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ആ വേലി ശൗരോർജ്ജ വേലി പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടു. അതാണ് അതിലെ അത്ഭുതം. അത് നോക്കാൻ ആളില്ല. ഇതിനകത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഫോറസ്റ്റുകാരന് നിർബന്ധമുണ്ട് ഫോറസ്റ്റ് വർദ്ധിപ്പിക്കണം. ഫോറസ്റ്റ് വർദ്ധിപ്പിക്കുന്ന എന്താ കാര്യം? കാർബൺ ക്രെഡിറ്റ് ഫണ്ട്. കഴിഞ്ഞ വർഷം കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കേരളത്തിൽ വന്നിരിക്കുന്ന 1003 കോടി രൂപയാണ്. ഈ രൂപ എവിടെ പോയി? ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കട്ടുകുടിച്ച്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കുറെ നേതാക്കന്മാരും കൂടെ കട്ടുതിന്നുകടത് മുഴുവൻ. ഈ ഫോറസ്റ്റ് കാട്ടുമൃഗങ്ങളെ നിരോധിക്കാൻ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു? ഇപ്പോഴാണെങ്കിൽ ഇനിയാണെങ്കിൽ വയനാട്, ഇടുക്കി ജില്ലകൾ, കോട്ടയം ജില്ലയുടെ ചില മേഖലയിൽ വളരെ രൂക്ഷമാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം. ഇപ്പോ എരുമേലി പഞ്ചായത്തില്, കോരുത്തോട് പഞ്ചായത്തില് ജനങ്ങളെ പ്രക്ഷോഭണത്തിലാണ്. ഏഞ്ചലവാലി ഉൾപ്പെടെയുള്ള മേഖല. എന്താ കാര്യം? അവിടെ ഫോറസ്റ്റാന്നാ പറഞ്ഞിരിക്കുന്നേ. കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ടാകണം എന്നുള്ള ഫോറസ്റ്റുകാരുടെ അഭിപ്രായം. എങ്ങനെ ഗുണം പിടിക്കും? അതായത് അത് ഒരു ഫോറസ്റ്റ് ആണെന്ന് നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഡയഗ്രം എടുത്ത് വെച്ച് ഇത് ഫോറസ്റ്റ് ആണെന്ന്. ഞാൻ പറയട്ടെ, അത് തന്നെയല്ല നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്ന മറ്റൊരു മഹാഭാവം കൂടി. സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കും. സുപ്രീം കോടതിയിലെ വലിയ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ മനസാക്ഷി വലുതാ. സന്തോഷം തോന്നി അവരുടെ കമന്റ് കേട്ടപ്പോ. അവിടെ നമ്മൾ കേരള സർക്കാർ റിവ്യൂ കൊടുത്തത് എന്താണെന്നറിയാമോ? 1/1/77 AK ആന്റണി രാഷ്ട്രീയമായി വനഭൂമിക്ക് പട്ടയം കൊടുത്തെന്ന് എഴുതി വെച്ചിരിക്കുക. ന്യായമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിധി ഇങ്ങനെ വരുന്നത്? അത് വനമെന്ന് സുപ്രീം കോടതി പറയണ്ടേ? ഒപ്പം തന്നെ ശ്രീ PC ജോർജ്, ഒരു കാര്യം കൂടി. സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ട്. ഈ അമിക്കസ് ക്യൂരിയാണ് സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നിരീക്ഷണത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം, ജനങ്ങൾക്ക് ഇത്രമാത്രം പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് മുമ്പ് കോടതിയെ ധരിപ്പിച്ചില്ല എന്നൊരു ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം കോടതി നടത്തുകയുണ്ടായി. അതാ ഞാൻ പറഞ്ഞ ജോർജി, മനസ്സിലായില്ലേ? ജോർജിക്ക് മനസ്സിലായില്ലേ? സുപ്രീം കോടതി പറഞ്ഞ് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. അവർക്ക് മനസ്സിലായി ഇവിടുത്തെ ജനങ്ങളുടെ വേദന. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇപ്പോൾ 29% ഫോറസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതായത് ഞാൻ MLA സ്ഥാനം പിരിയുമ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് 29%. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശതമാനമാണ്. അതായത് വളരെ ചെറിയൊരു സ്റ്റേറ്റ് ആണിത്. ഈ സ്റ്റേറ്റിന്റെ നീളം എന്ന് പറയുന്നത് 600 കിലോമീറ്റർ താഴെ. ആവറേജ് വീതി എന്ന് പറയുന്നത് 67 കിലോമീറ്ററാണ്. അതിനകത്ത് 3.5 കോടി ജനം താമസിക്കുന്നുണ്ടെന്ന് ഓർക്കണം. ആ 3.5 കോടി ജനങ്ങളോടൊപ്പം ഈ കാട്ടുമൃഗം കൂടെ വന്നാൽ എവിടെ പോയി നിൽക്കും? അത് എവിടെ നിന്ന് എങ്ങനെ ഇനി കാടാക്കാൻ പറ്റും? ഇപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ കാടിന്റെ വിസ്തൃതി അറിയാമോ? 31%. എങ്ങനെ 2% വർദ്ധിച്ചു? അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മനസാക്ഷി ഇല്ലാതെ, നീതിബോധം ഇല്ലാതെ, വെറും കാർബൺ ക്രെഡിറ്റ് ഫണ്ട് പുട്ടു അടിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഈ മൃഗങ്ങൾ കയറിയാൽ ഇവന്മാർക്ക് സന്തോഷമാണ്. മൃഗങ്ങൾ കയറണം എന്ന് അവന്മാർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് മൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നു? ഇത്രമാത്രം വനവിസ്തൃതി കിടക്കുമ്പോ അവിടെ മൃഗങ്ങൾക്ക് ഭക്ഷണപദാർത്ഥം ഇല്ലാതാക്കേണ്ട കാര്യം എന്താ?
കുടിവെള്ളം ഇല്ലാതാക്കേണ്ട കാര്യം തന്നെ. പണ്ട് ഞാൻ ഓർക്കും, ഒരു 15 കൊല്ലം മുമ്പാണ് ഫോറസ്റ്റിനകത്ത് കുളം കുത്തുകയും അതുപോലെ തന്നെ വെള്ളം ഉണ്ടാകാനുള്ള സാഹചര്യം ചെയ്യുകയും ചെയ്തൊക്കെ പത്രത്തിൽ വായിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ എവിടെ പോയി ഇപ്പോ? അപ്പോ ഇത് ജനങ്ങളുടെ ആവശ്യമല്ല, ജനങ്ങളെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് എതിരാണ്, ജനവിരുദ്ധമായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. വനമന്ത്രിയെ പറ്റി ഒന്നും പറഞ്ഞാൽ പ്രായമായി, പുള്ളിക്ക് ഒരു ചെവിയും കണ്ണും ഒന്നും കാണാനും കേൾക്കാനും മേലാത്ത നിലയായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം എന്നൊരു സന്തോഷം, ഒത്തിരി ഒന്നുമില്ലാതെ നടന്നോട്ടെ. പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമില്ലേ? മന്ത്രി അവിടെ നിൽക്കേണ്ട പാവം. ബാക്കിയുള്ളവർക്ക് എന്നാ പണി? ഇവന്മാർക്ക് എന്താ പണി? ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലെ മനുഷ്യനെ മൃഗം കയറി പിടിക്കുക. ഇവിടെ ഇതൊന്ന് ആലോചിച്ച് ജോർജ്, ഈ ഗതി കൂട്ടിക്ക പഞ്ചായത്ത് ഇവിടെ ഈ പൂഞ്ഞാർ നിയമമുള്ളത് കോട്ടയം ജില്ലയിലെ എൻ്റെ പൂഞ്ഞാർ നിയമമുള്ള അവിടെ കാട്ടുപന്നി തട്ടിൽ നടക്കാൻ മേല. അടുത്ത ചിരി വരുന്ന കാര്യം കേട്ടോ, ഇവിടുന്ന് 2 കിലോമീറ്ററുള്ള തെടനാടെന്ന് പറയും. ആ പഞ്ചായത്തിന് ഫോറസ്റ്റുമായിട്ട് ഒരു 60 കിലോമീറ്റർ അല്ല 70 കിലോമീറ്റർ മുകളിൽ പോകണം ഫോറസ്റ്റ്. അവിടെ കാട്ടുപന്നി നട്ടിട്ട് നടക്കത്തില്ലാത്ത നിലയായി പോകുന്ന. കാട്ടുപന്നിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഷെക്കേന ഡിബേറ്റിൽ തന്നെ അങ്ങ് പറഞ്ഞ ഒരു രസകരമായ തമാശയുള്ളൊരു കാര്യമുണ്ട്. ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് മുമ്പ് ആ കാട്ടുപന്നി പ്രഗ്നന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതിനെപ്പറ്റി അങ്ങ് രസകരമായ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ പ്രഗ്നന്റ് ആയിട്ടുള്ള കാട്ടുപന്നിയെ വെടിവെക്കാൻ പറ്റത്തില്ല. ഈ കാട്ടുപന്നി ആക്രമിക്കാൻ വരുമ്പോൾ അത് പ്രഗ്നന്റ് ആണോ ഗർഭിണിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ. അതായത് അത് നമ്മുടെ ഗണേശൻ മന്ത്രി ആയിരുന്നപ്പോ ഞാൻ നിയമസഭ പറഞ്ഞു, ഈ കാട്ടുപന്നി വെട്ടിവെച്ചുകൊള്ളാൻ പറഞ്ഞപ്പോ അവസാനം ഓർഡർ ഉമ്മൻചാണ്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഓർഡർ ഇട്ടു. ഓർഡർ വന്ന് ഞാൻ നോക്കിയപ്പോ അതിൽ ചോദിച്ചത്, കാട്ടുപന്നിയെ തൊടാൻ പാടില്ല, ഗർഭിണിയാണെങ്കിൽ തുടരുത്, പുറകുവശത്ത് വെടിവെക്കരുത്, മുൻവശത്ത് വെടിവെച്ചോണം. ഞാനിത് കേട്ടപ്പോ നിയമസഭ ചോദിച്ചാൽ എന്താ ഇതിനർത്ഥം? കാട്ടുപന്നിയെ പിടിച്ച് അതിന്റെ വയറ്റ് ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ജോലി ഞങ്ങളതാണോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ അവരെ ആ ഗർഭം മാറി. ഈ പുറകിൽ നിന്ന് വെടിവെക്കാൻ പാടില്ല, അതായത് പന്നി അങ്ങോട്ട് പോകുമ്പോൾ വെടിവെക്കരുതെന്ന്. അത് കഴിഞ്ഞ് വെടിവെച്ചാലോ കൊന്നാലോ അതിപ്പോ ഓർഡറൊക്കെ കിട്ടി. ഇപ്പൊ അത് കഴിഞ്ഞ് ക്ലിയർ ഓർഡറാ വെടിവെക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റി ഒരു വെടിവെക്കാൻ ആളെ പ്രവർത്തിച്ചു. ഇപ്പൊ രസമല്ല, ആ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരനെ അറിയിച്ചിട്ട് അത് ശരിയായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കുഴിയിലിട്ടോണം. എന്തിനെന്ന് ഇത് ഞാനൊരു ഉദാഹരണം പറയാം. കങ്കാരു ദേശീയ മൃഗമാണ് ഓസ്ട്രേലിയയിൽ. ഞാൻ അവിടെ ചെന്നു, ആയിരക്കണക്കിന് കങ്കാരു ഓടിപ്പോകുന്ന കാണാനിടയായി. പക്ഷെ അവിടെ ദേശീയ മൃഗമാണ്. അവിടെ ഏത് കടയിൽ ചെന്നാലും കങ്കാരിന്റെ ഇറച്ചി തിന്നാൻ കിട്ടും, എല്ലാ കടയിലും. ഈ പന്നിയെ തിന്നണ്ടാത്തൊരു തിന്നുന്നോ തിന്നോട്ടെ, അതിനെ തല്ലിക്കൊന്ന് മണ്ണെണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിച്ച് സുഖമായിട്ടൊന്ന് വറുത്തെടുക്കാൻ പറ്റിയത്. എന്തിനാ ഈ മണ്ണെണ്ണ ഒഴിക്കുന്നത്? ഈ ഒരു ഊളത്തരം മാത്രമാണ് നമ്മുടെ സർക്കാരുകളും ഭരണാധികാരികൾ ചെയ്യുന്നത്. അവിടെ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഒറ്റ കാര്യം, യാതൊരു സംശയമില്ലാതെ ഫോറസ്റ്റും കൃഷിഭൂമിയായിട്ട് വേർതിരിക്കണം. ആ വേർതിരിച്ച് എണ്ണം കുറയ്ക്കണം. ഈ ആവശ്യത്തിൽ കൂടുതൽ മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമം ഉണ്ടാക്കണം. അവിടെ ഉണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോഴൊന്നുമില്ല. ആ നടപടി കൂടെ സ്വീകരിക്കണം എന്നാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ എൽ പൗലോസ്, അങ്ങ് വയനാട് ഒരു പൊതുപ്രവർത്തകനാണ്, വയനാട്ടിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, വയനാട്ടിലെ പൾസ് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് ചില കണക്കുകൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ 3 വന്യജീവി സങ്കേതങ്ങൾ. ഒന്ന് ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതം 925 ചതുരശ്ര കിലോമീറ്റർ, പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുള വന്യജീവി സങ്കേതം 643 ചതുരശ്ര കിലോമീറ്റർ, ഒപ്പം വയനാട് വന്യജീവി സങ്കേതം 344 ചതുരശ്ര കിലോമീറ്റർ. ഒരു കടുവയുടെ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് ശരാശരി 20 മുതൽ 100 ചതുരശ്ര കിലോമീറ്റർ വരെ വരും. ഈ 2018 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം വയനാട് വന്യജീവി സങ്കേതത്തിൽ മാത്രം 154 കടുവകളുണ്ട്. അതുകൊണ്ട് ശരാശരി ഒരു കടുവയ്ക്ക് ലഭിക്കുന്ന ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് 2.23 ആണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത്, കടുവകളുടെ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2008 ആ ഒരു കാലയളവിൽ 67 കടുവകൾ മാത്രമായിരുന്ന സ്ഥാനത്ത് 2018 ഇപ്പോൾ കൂടിയിട്ടുണ്ടാകാം, ഇപ്പോൾ ഏകദേശം 154 കടുവകൾ ഈ വയനാട് എത്തിയിരിക്കുന്നു. ഈ ഒരു 10 വർഷത്തിനിടെ ഇത്ര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത്, അത് എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഈ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം, ഞങ്ങൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്, പോപ്പുലേഷൻ പഠിക്കുന്നു. പക്ഷേ ഈ വനംവകുപ്പിന്റെ പണി എന്താണ്? ഈ കാടിന്റെ ഒരു പൾസ് തിരിച്ചറിയുക, ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മനുഷ്യജീവന് ഹാനികരമായേക്കാവുന്ന ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ വനംവകുപ്പിന് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? ശ്രീ കെ എൽ പൗലോസ്.
ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിനോ വനം വകുപ്പ് സർക്കാരിനോ തിരിച്ചറിയാത്തത് കൊണ്ടല്ല, ബോധപൂർവം ഇതൊന്നും കണ്ടില്ല എന്ന നടിച്ച് ഉറക്കം നടിക്കുകയാണ് വനം വകുപ്പും സർക്കാരും. 344 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വയനാട് വന്യജീവി സങ്കേതത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ 153 കടുവകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ 153 കടുവകൾക്ക് ആവശ്യത്തിനുള്ള വിസ്തൃതി വേണമെന്നുണ്ടെങ്കിൽ ഇന്നുള്ള വന്യജീവി സങ്കേതത്തിന്റെ 5 ഇരട്ടി ഭൂവിസ്തൃതി വേണം. അതില്ലാതെ കടുവയടക്കമുള്ള വന്യമൃഗങ്ങൾ പെറ്റുപെരുകുമ്പോൾ ആ പെറ്റുപെരുകുന്ന കടുവകളെ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളെ അവരുടെ ആ പ്രദേശത്തിന്റെ വനത്തിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി പരിശോധിച്ച് ശാസ്ത്രീയമായി അതിൽ കൂടുതൽ ലൊക്കേറ്റ് ചെയ്ത് മറ്റെവിടെയെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാനോ, അല്ലെങ്കിൽ ബഹുമാന്യ ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ വലിയ പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ പെറ്റുപെരുകുന്ന അവസ്ഥയിൽ അതിന്റെ വംശം വല്ലാതെ വർദ്ധിക്കുമ്പോൾ അതിന്റെ അനുപാതം ക്രമപ്പെടുത്താൻ വേണ്ടി അവയെ കൊല്ലുന്നതിന്, വെടിവെച്ച് കൊല്ലുന്നതിനുള്ള സംവിധാനം അടക്കമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും നൽകുന്ന കാര്യത്തിൽ താല്പര്യമില്ലാത്ത സർക്കാർ വനത്തെയും വന്യജീവികളെയും മാത്രം സംരക്ഷിക്കുക എന്നുള്ള ഒരു നയവുമായി പോവുകയാണ്. ഒപ്പം തന്നെ ശ്രീ KL പോലീസ് അങ്ങ് പറഞ്ഞു ഈ പിടികൂടിയ കടുവകളെ വേറെ ഒരു കൂട്ടിലേക്കൊക്കെ മാറ്റി പാർപ്പിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് വയനാട് ആ ഒരു സംവിധാനം ഉള്ളത് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് കുപ്പാടിയിലാണ്. ഇവിടെ 2022 സ്ഥാപിക്കപ്പെട്ട ശേഷം ഇതിൽ 5 കടുവകളുടെ ഒരു കപ്പാസിറ്റിയാണ് ഉള്ളത്. ഇപ്പൊ തന്നെ 5 കടുവകൾ അവിടെ ആയി കഴിഞ്ഞു. അപ്പൊ തന്നെ ആ ഒരു പ്രശ്നത്തിന്റെ ഒരു സീരിയസ്നെസ് എത്രമാത്രമാണെന്ന് അത് സൂചിപ്പിക്കുന്നില്ലേ ശ്രീ KL പോലീസ്? അവിടെ കുപ്പാടിയിൽ ആകെ കൂടി പിടിക്കപ്പെടുന്ന കടുവകൾക്ക് പരിചരണം നൽകാൻ വേണ്ടി 5 കടുവകൾക്ക് മാത്രമുള്ള സൗകര്യമാണ് ഉണ്ടായത്. ഈ 5 കടുവകൾ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. അതേ സമയം തന്നെ 2ഓ 3ഓ സ്ഥലത്ത് ഇപ്പോൾ കൂട് വെച്ചിരിക്കുകയാണ്. ഇനി കടുവകൾ ഇനിയും ഒരു 10-20 കടുവകളെങ്കിലും ഉടൻ പുറത്തേക്ക് വരും, കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് അറിവുള്ള ആളുകൾ പറയുന്നത്. കാരണം പ്രായാധിക്യം കൊണ്ടും പരിക്ക് പറ്റിയതും ഒക്കെ ആയ കടുവകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന കടുവകളെ കൂട് വെച്ച് പിടിക്കുകയാണെങ്കിൽ, കൂട് വെച്ച് പിടിക്കുന്നത് തന്നെ വനം വകുപ്പ് അശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാക്കിയത്. കൂട് വെക്കണമെങ്കിൽ കടുവ ഒരു മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് എത്തിയാൽ 3 ദിവസവും 4 ദിവസവും ഒക്കെ കഴിഞ്ഞാണ് ഒരു കൂട് വെക്കാൻ പോലും പറ്റുക. പലപ്പോഴും മനുഷ്യന്റെ ജീവന് ഭീഷണി നേരിടുന്ന ഒരുപക്ഷെ ഹാനി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു പോലും ആയിരിക്കും കൂട് വെക്കാനുള്ള അനുവാദം പോലും കിട്ടുക. അങ്ങനെ കൂട് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ നിലവിൽ വയനാട്ടിലെ കുപ്പാടിയിൽ അവയെ പരിചരണത്തിൽ നിന്ന് ഇടുന്നതിനുള്ള സൗകര്യമില്ല. ആ സൗകര്യം പോലും ഒരുക്കുന്നതിന്, കുറഞ്ഞപക്ഷം അത്തരം സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കുന്നതിന് ഇതുവരെ വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രിയപ്പെട്ട തോമസ് മരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി കൽപ്പറ്റ കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് മന്ത്രിയോട്, ബഹുമാനപ്പെട്ട വനംവകുപ്പിന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാരും കലക്ടറൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു, ശരിക്കും ഈ പറയുന്ന തോമസിന്റെ മരണത്തിൽ 1-ാം പ്രതി എന്ന് പറയുന്നത് വനം വകുപ്പും സർക്കാരുമാണ്. അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് വേണ്ടത്, ഈ വയനാട് മെഡിക്കൽ കോളേജ് അധികൃതരെ അടക്കം. കാരണം പ്രിയപ്പെട്ട തോമസിന്റെ മകൾ പറഞ്ഞതുപോലെ ആ മുറിവ്, മാരകമായ മുറിവ് പറ്റിയ ഭാഗത്ത് ആ ചോര വാർന്നു പോകുന്നത് ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ആശുപത്രിയിൽ ICU സൗകര്യമുള്ള, വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. അത്തരം ഒരു ആംബുലൻസിൽ വേണ്ടത്ര പരിചരണത്തോടു കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ പ്രിയപ്പെട്ട തോമസ് മരിക്കില്ലായിരുന്നു, നമ്മുടെ ഒപ്പം ഉണ്ടാകുമായിരുന്നു. അതിന് അവസരം തരാതെ നിരുത്തരവാദമായി പെരുമാറിയ വയനാട് മെഡിക്കൽ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വനം വകുപ്പ് ഇത്തരം കടുവയുടെയും വന്യമൃഗങ്ങളുടെയും ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന നടപടിയെടുക്കാത്ത വനം വകുപ്പും ഈ 2 കൂട്ടരുമാണ് തോമസിന്റെ മരണത്തിൽ 1-ാം പ്രതികളായി വരുന്നത്. അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. അത്രയും നിരുത്തരവാദപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതാണ് തോമസിന്റെ മരണത്തിന് കാരണമായ സംഭവം. ഓക്കെ, വളരെ വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഈ വയനാട് പോലെ തന്നെ ഇടുക്കിയിലും ഈ ബഫർ സോൺ വിഷയങ്ങളും വന്യജീവി ആക്രമണങ്ങളും ഒക്കെ
വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നേരത്തെ ശ്രീ PC ജോർജ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഈ വന്യമൃഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട് ഒരു ലോജിക് ഇല്ലാത്ത പല നിയമങ്ങളും പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു വിമർശനം ഉന്നയിച്ച ഒരു ട്രോളൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ പടയപ്പ ആന, ആ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആ ഒരു ആന, ആ ആനയെ ശല്യപ്പെടുത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ്. എന്നാൽ ആ ആന എന്തുകൊണ്ട് ജനവാസ മേഖലയിൽ വന്നു? ആ ആന ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കുവാൻ കാര്യങ്ങൾ അല്ലെങ്കിൽ പദ്ധതി ഇടേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട വനവകുപ്പ് ആ സീനിലൊന്നുമില്ല. ഈ പടയപ്പയെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ ശിക്ഷ, പക്ഷേ ആന നാട്ടിലിറങ്ങിയാൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ലോജിക് ഇല്ലാത്ത നിയമങ്ങളൊക്കെ വരുന്നത്? ശ്രീ ജോൺസൺ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നമ്മള് പ്രധാനമായിട്ട് കാണുന്ന രണ്ട് കാര്യം, ഒന്ന് കാട്, ഒന്ന് നാട്. കാടിന്റെ അധികാരി ആര്? വനമോ. നാടിൻ്റെത് മനുഷ്യൻ. അപ്പോൾ കാട്ടിലെ ഒരു മൃഗം നാട്ടിലിറങ്ങി ഒരാളെ കൊല്ലുകയോ വളർത്തുമൃഗങ്ങളെ കൊല്ലുകയോ കൃഷി നശിപ്പിക്കുകയോ ചെയ്താൽ അതിൽ പ്രതി ചേർക്കാൻ ഏതായാലും മൃഗത്തിനെ കഴിയില്ലല്ലോ. അതിന്റെ അധികാരിയല്ലേ കേസിൽ പ്രതിയാക്കാൻ കഴിയൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യനെ വരെ കൊന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാത്തത്? ഇതൊരു വലിയ മാഫിയ ഇതിന്റെ പുറകിൽ, വനം വികസിപ്പിക്കുന്നതിന്റെ പുറകിൽ. വന്യമൃഗങ്ങളെ വനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതിനും. ഞാൻ പറഞ്ഞത് ജോർജ് സാറ് ശ്രദ്ധിക്കണം. വന്യമൃഗങ്ങളെ വനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് നിസ്സംശയം പറയാം. കാരണം ഓരോ മൃഗത്തിനും ഓരോ ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി സ്വാഭാവിക വനങ്ങൾ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് വനംവകുപ്പ്. ശരിയല്ലേ? എന്നാൽ സ്വാഭാവിക വനം വകുപ്പ് സംരക്ഷിക്കുന്നുണ്ട്. സ്വാഭാവിക വനം സംരക്ഷിക്കാതെയാണ് വനവിസ്തൃതി കൃഷിയിടങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവ് അടക്കം, ഗവി അടക്കം സംരക്ഷിത വനപ്രദേശങ്ങളിൽ യൂക്കാലി, കാറ്റാടി, പൈന്, തേക്കടക്കമുള്ള പ്ലാന്റേഷൻ ട്രീകൾ ഇവർ വെച്ചുപിടിപ്പിച്ചിരിക്കും. സ്വാഭാവികമായും സ്വാഭാവിക വനത്തിന്റെ ആവാസ വ്യവസ്ഥ അവിടെ നഷ്ടപ്പെടുന്നല്ലോ. രണ്ട്, തേക്കടി ഫോറസ്റ്റിലടക്കം സ്വാഭാവികമായി ഉണ്ടായിരുന്ന നീർത്തടങ്ങൾ, ജലം കെട്ടിക്കിടക്കുന്ന ചെറിയ പ്രദേശങ്ങൾ മലയുടെ ഇടയിലുള്ളത്, ഇതൊക്കെ സംരക്ഷിക്കുവാൻ പ്രതിവർഷം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഇവർ അത് സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് സമീപത്ത് കൊണ്ടുപോയി യൂക്കാലി പോലുള്ള മരങ്ങൾ വെക്കുന്നത് കൊണ്ട് ഈ സ്വാഭാവികമായി അവിടുത്തെ ജലസമ്പത്ത് ഇല്ലാതാവും, ഫലവൃക്ഷങ്ങൾ പാടെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് ഇറങ്ങാൻ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ രാജ്യത്ത് എന്തിനാ ജനസംഖ്യാ നിയന്ത്രണം വന്നത്? മനുഷ്യന്റെ പെരുപ്പം തടയാൻ. മനുഷ്യന്റെ പെരുപ്പം തടയാൻ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരാം എങ്കിൽ എന്തുകൊണ്ട് മൃഗങ്ങളുടെ പെരുപ്പം തടയാൻ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല? മൃഗങ്ങളുടെ പെരുപ്പം തടയാനുള്ള PC ജോർജ് സാർ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ പെരുപ്പം തടയാൻ വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിക്കണ്ടേ? അവയെ നിയന്ത്രിക്കാൻ, അവരുടെ പ്രജനനങ്ങൾ തടയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അല്ല എങ്കിൽ കൊന്നൊടുക്കണമെങ്കിൽ കൊന്നൊടുക്കണം. ഇത് രണ്ടും ചെയ്യാതെ വനത്തിലെ വന്യമൃഗം പെരുകുമ്പോൾ അവയ്ക്ക് വളരാൻ വനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന എന്തൊരു കാടത്തരം, എന്തൊരു കാടത്തരം! ചിന്തിച്ചു നോക്കിയേ. ഇപ്പോ ജോർജ് സാർ പറഞ്ഞല്ലോ മൂന്നാറ്റിലെ പടയപ്പയുടെ കാര്യം. പടയപ്പ ഈ സമീപമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് മൂന്നാറ്റിൽ ഇറങ്ങി ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അറിയാം. എത്ര പേരെ, ഞാനിപ്പോ ഇടുക്കിയിലെ ഒരു ചെറിയൊരു കണക്ക് പറയാം. അടുത്ത കാലത്ത് മാത്രം മരിച്ചത് 45ഓളം പേരാണ് 1.5 വർഷം കൊണ്ട് മരിച്ചത്.
പൂപ്പാറയിലെ തലക്കുളം സ്വദേശി ഒരു സ്വാമിവേൽ, കോരമ്പാറ സ്വദേശി ഒരു തമിഴന്റെ ഭാര്യ വിമല, അവർ ഏലക്കാട്ടിൽ പണിതുകൊണ്ടിരുന്നപ്പോ അവരെ വന്ന് ആന മർദ്ദിച്ച് കൊന്നതാണ്. ബോഡിനായ്ക്കന്നൂർ നിന്ന് ബോഡിമെട്ട് വഴി മൂന്നാറ്റിലേക്ക് വന്ന ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഒരു കുടുംബത്തെ ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു, ഭാര്യ ആന കൊന്നു. AK ആന്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോ ആദിവാസികളെ കുടിയിരുത്തിയ സിംഗുകണ്ഠം പ്രദേശത്ത് സിംഗുകണ്ഠം കോളനിയിലെ സുനിൽ കുമാറിനെ ആന കൊന്നു. ഇങ്ങനെ ആന കൊല്ലുകയും ഈ പടയപ്പ എന്ന് പറയുന്ന ആന മൂന്നാർ പോലെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരത്തിൽ വന്ന് അവിടെയുള്ള ജനങ്ങളെയും തോട്ടം തൊഴിലാളികളെയും വിനോദസഞ്ചാരികളെയും ഭയപ്പെടുത്തുകയും, ഏറ്റവും പുതിയ വാർത്ത കണ്ടോ, അവിടുത്തെ തോട്ടം തൊഴിലാളികളെ റേഷൻ വാങ്ങിക്കുന്ന റേഷൻ കട തല്ലി തകർക്കും. റേഷൻ കട അരിക്കൊമ്പൻ എന്ന് പറയുന്ന പടയപ്പയിൽ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയാണ്. സ്ഥിരമായി ആ കട മാത്രം 3 പ്രാവശ്യം കൂടെ തകർത്തു. ഒരു ചാക്ക് അരി തിന്നിട്ടാണ് ആന പോയത്. ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന ആനയെ ഒരു ജീപ്പുകാരൻ നിന്ന് ഓണടിച്ച് ഭയപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ആ ജീപ്പുകാരനെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി കേസെടുക്കാനുള്ള നിർദ്ദേശം വരുന്നു. ഈ പടയപ്പ ഓടിക്കാൻ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. വനത്തിൽ നിൽക്കേണ്ട ഈ പടയപ്പ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് തടയേണ്ടുന്ന വനം വകുപ്പ് തടഞ്ഞില്ല എങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട DFOയുടെ പേരിൽ, റേഞ്ചറുടെ പേരിൽ കേസെടുക്കണ്ടേ? ഇത് വനത്തിൽ നിൽക്കേണ്ടതല്ലേ? കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. ഇവിടെ ശരിക്കും മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സമയം കിട്ടുമ്പോ ഷെക്കേനയുടെ ടീം ആ മറയൂര് ചിന്നാർ പ്രദേശത്തൊന്ന് പോകണം. അവിടുത്തെ ജനം എത്ര ഭയപ്പെട്ടാ ജീവിക്കുന്നതെന്നറിയാമോ? 4 വശത്തും അഞ്ചുനാട് എന്ന് പറയുന്ന മറയൂര്, കാന്തല്ലൂര്, കീഴാന്തൂര് തുടങ്ങിയ പ്രദേശങ്ങള് ചുറ്റും വനമാ. എങ്ങോട്ട് പോകണമെങ്കിലും, കേരളത്തിലോട്ടോ തമിഴ്നാട്ടിലോട്ടോ പോകണമെങ്കിലോ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. വനം വകുപ്പിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുന്ന ആൾക്കാർ ചെക്ക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ ഒന്നെങ്കിൽ ചന്ദനം കയറ്റി വെക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കേസ് പറഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യും. ജനം ഭയന്ന അവിടെ ജീവിക്കുന്നത്. ഇങ്ങനെ ഈ വനം വകുപ്പ് കൃഷിക്കാരെ ഭയപ്പെടുത്തുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, കേരളത്തില് പോലീസിനെ നയിക്കാൻ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കാൻ 19 IPS ഉദ്യോഗസ്ഥന്മാരുടെ ടീമുണ്ട്. ഏതൊക്കെ വിഭാഗമുണ്ട്? ക്രമസമാധാനം നോക്കണം, ജയില് നോക്കണം, ഇവരുടെ ട്രെയിനിങ് നോക്കണം, ഇത്തരം എല്ലാ കാര്യങ്ങളും നോക്കാൻ വനം വകുപ്പിന് മാത്രം ചുമതലയുള്ള 17 IFSകാരുണ്ട്. ഇവരുടെ പണി എന്താ? ഇത്തരം കാര്യങ്ങൾ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? മൂന്നാറ്റിൽ പോലും അടുപ്പിച്ച് 10 മൃഗങ്ങളെ, 10 പശുക്കളെ കൊന്നതിന് ശേഷമാണ് കടുവയെ പിടിക്കാൻ ഉത്തരവിട്ടത്. അപ്പോൾ യഥാസമയങ്ങളിൽ വന്യമൃഗങ്ങളെ കാട്ടിൽ നിർത്തുവാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഇറങ്ങിയാൽ, എനിക്ക് മുമ്പേ സംസാരിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ, ഇറങ്ങിയാൽ 3-4 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങളുടെ ശബ്ദം ഉയർന്നു കഴിയുമ്പോൾ ഒരു കെണി കൊണ്ടുവെക്കുന്നു, അല്ലെങ്കിൽ മയക്കുപിടിക്ക് ആൾ വരുന്നു, അല്ലെങ്കിൽ ദയനീയമായിട്ട് ഒരാളുടെ ജീവൻ പോകണം വനം വകുപ്പ് ഇടപെടണമെങ്കിൽ. ഈ സ്ഥിതി മാറണം. തീർച്ചയായും വളരെ പ്രസക്തവും ഒപ്പം തന്നെ ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതകളുമാണ് ശ്രീ ജോൺസൺ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചത്. ഞാൻ വീണ്ടും മരിച്ചുപോയ സാലുവിന്റെ കുടുംബാംഗങ്ങളിലേക്ക് തന്നെ വരികയാണ്. ശ്രീമതി സിനി, പ്രത്യേകിച്ച് സാലുച്ചേട്ടന്റെ ഒരു മരണത്തിന് ശേഷം കളക്ടർ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. 10 ലക്ഷം രൂപ ധനസഹായം അടിയന്തരമായി ആ യോഗം നടന്ന് 2 ദിവസത്തിനകം നൽകും. അതിനുശേഷം പിന്നീട് 40 ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ശുപാർശ നൽകാമെന്ന് പറയുന്നു. ഒപ്പം തന്നെ സാലുവിന്റെ ഈ വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി തള്ളും എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിന്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്? അത് പ്രാവർത്തികമാക്കപ്പെട്ടോ? അത് കൃത്യമായി തന്നെ അത് നടപ്പിലാകുന്നുണ്ടോ ശ്രീമതി സിനി? 5-5 10 ലക്ഷത്തിന് ആദ്യത്തെ ഒന്ന് സ്റ്റാർട്ടിംഗ് മുതൽ ഒന്ന് പറയോ? ആദ്യം പറഞ്ഞത് കേട്ടില്ല, സ്റ്റാർട്ടിംഗ് മുതൽ ഒന്ന് പറഞ്ഞു. വനവകുപ്പ് മന്ത്രി അവര് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 5-5 10 ലക്ഷത്തിന്റെ ചെക്ക് തന്നായിരുന്നു. നമുക്കറിയാം, ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട വ്യക്തിയാണ് ശ്രീമതി സിനി. ആ ഒരു നഷ്ടം ഒരിക്കലും നികത്താൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു നഷ്ടപരിഹാരം ഒരു അപര്യാപ്തമാണെന്ന് തോന്നുന്നുണ്ടോ? കുറെ കൂടി നഷ്ടപരിഹാരം അത് വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം ഗവൺമെന്റിനോട് പറയാനുണ്ടോ?
പറഞ്ഞിട്ടുണ്ട്. എത്ര തന്നാലും എനിക്ക് എന്റെ ചേട്ടായി നഷ്ടപ്പെട്ടു പോയില്ല. ഇനി എനിക്ക് എന്റെ പിള്ളേർ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചാച്ചനെ കിട്ടുമോ? ഇല്ല. ഒപ്പം ഈ വായ്പ എഴുതി തള്ളുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ശരിയായിട്ടുണ്ട്. അത് തള്ളിയെന്ന അവര് വന്നായിരുന്നു, ബാങ്കിൽ നിന്ന് അവര് വന്നായിരുന്നു. വന്നപ്പോ അവരത് എഴുതി തള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ ബാങ്കിൽ നിന്ന്. ഒപ്പം നമുക്കറിയാം ഈ സലുവിന്റെ മരണം വളരെയധികം ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ ചില നടപടികളൊക്കെ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഈ മറ്റൊരു സാലു ആവർത്തിക്കാതിരിക്കുവാൻ ഒരു റിക്വസ്റ്റ് എന്താണ് ഭരണകൂടത്തിനോട് താങ്കൾക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് വയനാട് മേഖലയിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് വനങ്ങളൊക്കെ അടുത്തുള്ള മേഖലയിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. വനങ്ങൾ ഒത്തിരിയധികം ഉണ്ട് ഈ വയനാട്. ഒരു വയനാട് സ്വദേശിനി എന്ന നിലയിൽ ഈ സർക്കാരിനോട്, ഈ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനോട് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാൻ സാലിച്ചേട്ടായുടെ പെങ്ങളാണ്. പറഞ്ഞോളൂ. പേര് സിന്ന. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ചേട്ടായിനെ 11:45 ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. മാനന്തവാടി ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവരപ്പം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നിട്ട് അവര് കുറച്ച് സാധാരണ ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു സ്ഥലത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. ഒരു ക്ലിനിക്കിൽ ചെന്നാലും നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും. അതായത് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഒരു ക്ലിനിക്കിൽ ചെയ്യുന്ന സാധാരണ കാര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് ബ്ലീഡിംഗ് ഉള്ള ഒരാളുടെ, ബാക്കി എല്ലാം ചേട്ടായുടെ ക്ലിയർ ആണ്. ഇന്റേണൽ ഓർഗൻസിനൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ക്ലിയർ ആണ്. ചേട്ടായി എന്താണ്, ചെസ്റ്റ് ക്ലിയർ ആണ്, അബ്ഡോമൻ എല്ലാം ക്ലിയർ ആണ് ചേട്ടായിക്ക്. എന്നിട്ട് അവിടുന്ന് പിന്നെ 1:30 കൈനാട്ടിയിൽ എത്തിക്കുന്നത്. അത്രയ്ക്ക് സമയം അവര് വേസ്റ്റ് ചെയ്യുവാണ് ചെയ്തത്. പിന്നെ അത്രയ്ക്ക് ബ്ലീഡിംഗ് ഉള്ള ഒരാൾ അവരെന്താ ചെയ്യണ്ടേ? ഇപ്പൊ നമുക്കറിയാവോ, നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല. ഒരു അത്രയ്ക്ക് ബ്ലീഡിംഗ് ഉള്ള ഒരാളെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താ നമുക്ക് ചെയ്യണ്ടേന്ന് അറിയത്തില്ല. പക്ഷേ അവിടെയുള്ള ഡോക്ടേഴ്സിന് അറിയാം, ഷോക്ക് വരും. അവർക്കല്ലേ അറിയാവുന്നത്, നമുക്കാണോ അറിയാവുന്നത്? അവർക്കറിയാം. ഒരു ഇത്രയ്ക്ക് ബ്ലീഡിംഗ് ഉള്ള ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്കാണ് അറിയുന്നത്. എന്നിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല. ഒരാൾ കൂടെ പോയിട്ടില്ല. അവിടെ ആദ്യം ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം, ബ്ലഡ് കൊടുക്കണം. ബ്ലഡ് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവര് നേരെ ഷിഫ്റ്റ് ചെയ്യാനാണ് ചെയ്തത്. മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള അത് 108 ആംബുലൻസിലാണ് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ഒരു അറ്റൻഡർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒരു നേഴ്സ് ആണെങ്കിൽ നേഴ്സിന്റെ യൂണിഫോം ഒക്കെ ഉണ്ടാവണല്ലോ. അയാളുടെ കൂടെയാണ് വിടുന്നത്. 1:30 കൈനാട്ടിയിൽ എത്തുന്നത്. അവിടുന്ന് അവർ CPR ഒക്കെ കൊടുത്ത് ചേട്ടായി ജസ്റ്റ് ഒരു നോർമൽ കണ്ടീഷൻ, പൾസും BP എല്ലാം ചേട്ടാക്കി വന്നു. പക്ഷെ അവിടെയും തോൽപ്പിച്ചു. അവിടെ ആംബുലൻസ് ഇല്ല, ബ്ലഡ് ഒരു മനുഷ്യന് ബ്ലഡ് പോയിക്കൊണ്ടിരുന്ന അയാൾക്ക് എന്താ ചെയ്യുക? ബ്ലഡ് വാർന്ന് മരിക്കുക തന്നെയല്ലേ ചേട്ടായിയുടെ റിപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബ്ലഡ് പോയി ചേട്ടായി മരിച്ചു എന്നല്ലാണ്. അല്ലാതെ ചേട്ടായിയുടെ ഇന്റേണൽ ഓർഗൻസിനോ വേറെ എവിടെയും ഒരു കുഴപ്പമില്ല. ഫ്രാക്ചർ, കടുവ കടിച്ച ആ ഫ്രാക്ചറി എന്നുള്ള ഇത് മാത്രമാണ് ചേട്ടായിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് വന്ന് ഹെമറേജിക് ഷോക്ക് വന്നിട്ടാണ് ചേട്ടായിക്ക് അറ്റാക്ക് വന്നിരിക്കുന്നത്. ബ്ലഡ് പോയാൽ സംഭവിക്കുന്നത് അത് ഡോക്ടേഴ്സിന് ചിന്തിക്കൂടെ? അവരെ ചിന്തിക്കണ്ടേ? അവരെ കൂടെ പോകണ്ടേ? അവരെന്തെങ്കിലും അവർ കൺട്രോൾ ചെയ്യണ്ടേ? പിന്നെ കൈനാട്ടിയിലും അവിടെയും നമുക്ക് താമസം വന്നു. കൈനാട്ടിയിൽ അവർ CPR ഒക്കെ കൊടുത്തു എങ്കിലും ചേട്ടായി പൾസും BP ഒക്കെ ചേട്ടായിക്ക് തിരിച്ചു വന്നു. പൾസ് 85 ആയി, BP 130-80 സംതിങ് ഒക്കെ ആയി. പക്ഷെ അവിടെ പിന്നെ നമ്മുടെ IC ബാലകൃഷ്ണൻ MLA ഒക്കെ സംസാരിക്കുന്നുണ്ട്. ആംബുലൻസിന് വേണ്ടി ചേട്ടായിനെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ ചേട്ടായിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പറ്റുള്ളൂ. അതിനുള്ള സൗകര്യമില്ല. 1 hour ആണ് അവർ വേസ്റ്റ് ചെയ്തത്. നമ്മുടെ ആംബുലൻസിന് വേണ്ടി 1 hour ആണ് അവർ വേസ്റ്റ് ചെയ്തത്. 107 ആംബുലൻസിനാണോ ഇത്രയും സീരിയസ് ആയ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്? അവിടുന്ന് അവര് നേഴ്സ് ആരെ കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ. പക്ഷെ ചേട്ടായി അതുവരെ അവിടെ എത്തിച്ചിട്ട് അവരെ 11:45 ഹോസ്പിറ്റലിൽ എത്തിച്ച ചേട്ടായിനെ 2:50 ലിയോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്.
അത്രയ്ക്ക് ടൈമാണ് വേസ്റ്റ് ചെയ്തത്. ആ വേസ്റ്റ് ചെയ്ത ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ചേട്ടാനെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഞങ്ങളുടെ ചേട്ടൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. 4:20 ചേട്ടായി മരിക്കുന്നത്. കൈനാട്ടിൽ നിന്ന് ചേട്ടായിനെ ഇന്റിമേറ്റ് ചെയ്തു. പക്ഷെ ഇന്റിമേറ്റ് ചെയ്ത ഒരാളെ വിടണമെങ്കിൽ ആംബുലൻസ് വേണം, വേണ്ടേ? അതിനൊന്നുമില്ല, ആരും സൗകര്യങ്ങളില്ല. ചേട്ടായി തിരിച്ചു വന്നപ്പോ പിന്നെ അവിടെയും തോൽപ്പിച്ചു. കാരണം ആ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഇല്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പറ്റാത്ത എങ്ങനെ ചേട്ടായി രക്ഷപ്പെടും? ചേട്ടായിയുടെ എത്ര രക്തമാണ് ഒലിച്ചു പോയത്? ചേട്ടായിന്റെ ശരിക്കും ബ്ലഡ് ഊറ്റി എത്ര മണിക്കൂർ ചേട്ടായുടെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ഞരമ്പ് മുറിഞ്ഞാല് നമ്മള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയ്യില് മുറിവ് വെച്ച കണ്ടില്ലേ നമ്മൾ മരിക്കില്ലേ? അതേപോലെയാണോ ചേട്ടായുടെ ആർട്ടറിയും വെയിനും എല്ലാം കട്ടായിരിക്കുമല്ലേ? കൂടെ പോകാൻ ഒരു മനുഷ്യത്വം പോലും കാണിച്ചില്ലല്ലോ. 108 ആംബുലൻസിലാണോ വിടേണ്ടത്? ഇതിനേക്കാളും നല്ലത് ഞങ്ങൾ നേരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആ മാനന്തവാടിയിൽ വേറെ എവിടെയെങ്കിലും കയറ്റിയിരുന്നെങ്കിൽ ചേട്ടാനെ ഞങ്ങൾക്ക് രക്ഷിക്കായിരുന്നു. അല്ലെങ്കിൽ ഇയോൾക്ക് എങ്ങനെയാലും എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് രക്ഷിക്കായിരുന്നു. ഒരു സൗകര്യവും ഇല്ലാതെ, ഒരു ഇതും ഇല്ലാതെ എന്തിനാണ് ഒരു ഹോസ്പിറ്റല്? ഞങ്ങളുടെ ചേട്ടാനെ നഷ്ടപ്പെട്ടതുപോലെ ഒരു മനുഷ്യന് വയനാട്ടിൽ നിന്ന് ബ്ലഡ് ആംബുലൻസ് സൗകര്യം ഇല്ലാതെ, ബ്ലഡ് കിട്ടാതെ എന്റെ ചേട്ടായി എത്ര പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് അറിയാവോ? ഒരു മനുഷ്യന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടായി ആദ്യം എത്തുന്ന മനുഷ്യനാണ്. ആ ചേട്ടായാണ് ബ്ലഡ് കിട്ടാതെ മരിച്ചുപോയത്. അറിയാമോ? എല്ലാരും കൂടെ എന്റെ ചേട്ടായിനെ കൊന്നതാണ്. കടുവയല്ല കൊന്നത്, കടുവയ്ക്ക് മനുഷ്യത്വണ്ടായിരുന്നു. അത് കാരണം അത് അവിടെ ഇട്ടിട്ട് പോയി ചേട്ടായിനെ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് വളരെ വിഷമം മനസ്സിലാക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അല്ലാതെ തോമസിന്റെ പെങ്ങളുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാൻ സാധിക്കില്ല. ശ്രീ PC ജോർജിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ PC ജോർജ്, നമ്മൾ വന്യമൃഗത്തിന്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും തൊട്ടു മുമ്പ് തോമസിന്റെ പെങ്ങൾ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ആരോഗ്യകാര്യത്തിൽ നമ്പർ 1 എന്നൊക്കെ അഭിമാനിക്കുന്ന മലയാളികൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ ശ്രീ PC ജോർജ്? ഞാനിങ്ങനെ ആ സഹോദരിയുടെ സംസാരിക്കേണ്ട എന്റെ മനസ്സിലുണ്ടായ വേദന വളരെ വലുതാണ്. സത്യം പറയുക, പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേൾക്കാൻ കഴിയും. എനിക്ക് സഹതാപമല്ല, പ്രതിഷേധമുണ്ട്. അത്രമാത്രം പ്രതിഷേധം. തീർത്താ തീരാത്ത പക ഈ സർക്കാരിനോട് ഉദ്യോഗസ്ഥന്മാരും തോന്നുക. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവണമെന്ന് എൻ്റെ അഭിപ്രായം. ജനകീയ പ്രക്ഷോഭണത്തിലൂടെ ഇതിനൊക്കെ പിടിച്ചു കെട്ടണം. ആ എന്തൊരു കഷ്ടകാലം ആലോചിച്ച ഒരു മനുഷ്യൻ മരിക്കുന്നത്, ബ്ലഡ് അനേകർക്ക് കൊടുത്ത് മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ, സ്വന്തം ആ ഈ ബ്ലഡ് നഷ്ടപ്പെട്ട് ബ്ലഡ് കിട്ടാതെ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ കമന്റ് എങ്ങനെ കരയാ കേൾക്കാൻ പറ്റുമോ? ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. ജോൺസൺ കൊച്ചുപറമ്പ് സ്നേഹപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനാണ് അതിന്റെ സത്യം. ഇങ്ങനെ പൗലോസും സത്യങ്ങൾ പറഞ്ഞു. പൗലോസ് പറഞ്ഞ് കുറഞ്ഞു പോയെന്നാണ്. പൗലോസ് വയനാടിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ ജോൺസൺ പൊതുവായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ ആ കാര്യത്തിന്റെ ഓസ്ട്രേലിയ കാര്യം തന്നെ പറയാം. കടമാനം മൃഗം വർദ്ധിക്കും. 3 മാസത്തേക്കിന് ഹണ്ടിങ് അനുവാദം കൊടുക്കുക. ഇഷ്ടം പോലെ കയറി വെടിച്ചു പോലെ ഏത് മൃഗങ്ങളെ. പക്ഷെ 3 മാസം കഴിഞ്ഞാൽ തൊടാൻ നിയമമില്ല. അതോടുകൂടി ആവശ്യത്തിന് മൃഗങ്ങളുണ്ട്, താനും മനുഷ്യന് ഭക്ഷണമുണ്ട്, ഇതരെയുണ്ട്. ഇവിടെ എന്താ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ വനം മന്ത്രി എന്ന വീട്ടിൽ ചെന്ന് പറഞ്ഞു വളരെ മാന്യമായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു. എടാ കുന്തം മന്ത്രി, ഞാൻ തന്നോട് ചോദിക്കുകയാണ്. തന്റെ മുഖ്യമന്ത്രി ഈയിടെ ബംഗാള് ഇവിടെ ഒന്ന് ആള് തട്ടിപ്പോയിട്ട് 20 ലക്ഷം രൂപ അവിടെ വീട്ടിൽ ആന്ധ്രയിലാണ് കൊണ്ട് കൊടുത്തല്ലോ, നാണം കെട്ടവന്മാര്. എന്നിട്ടാണ് സ്വന്തം സംസ്ഥാനത്ത് മൃഗവകുപ്പിന്റെ വൃത്തികേട് കൊണ്ട് ഒരു കർഷകൻ മരിച്ചിട്ട് അങ്ങനെ 10 ലക്ഷം രൂപ. എനിക്ക് ആ സഹോദരി രൂപ ഈ മുഖ്യമന്ത്രി അവിടെ ഓഫീസിൽ മുഖത്ത് വലിച്ചെറിയണം. നിങ്ങൾക്ക് 10-20 ലക്ഷം ഞാൻ ഉണ്ടാക്കി തന്നോളാം. എന്തൊരു പൂക്കൃത്രം ഇതൊക്കെ. അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ PC ജോർജ്. ഈ വന്യജീവി ആക്രമണം മൂലം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ് 5 ലക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് എക്സ്ട്രാ ശരിയാണ് 5 ലക്ഷം. ആ 5 ലക്ഷം കൊടുത്ത് പിന്നെ 5 ലക്ഷം 10 ഇതുണ്ടായോ?
ഞാൻ വേണ്ടി ഒരാൾ മരിച്ചിട്ട് വലിയ വാർത്തയായിരുന്നല്ലോ, മുഖ്യമന്ത്രി നേരിട്ട് 20 ലക്ഷം കൊടുത്തെന്ന്. ആ മാനദണ്ഡമെങ്കിലും എടുക്കണ്ടേ വൃത്തികെട്ടവന്മാര്. ഞാനെക്കൂടെ കൂടുതൽ വർത്താനം പറഞ്ഞു ഞമ്മലെ അറിയാ പറഞ്ഞ ജോൺസണൊക്കെ പറഞ്ഞോട്ടെ. എനിക്കിത് കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ വായിൽ നിന്ന് വല്ലതും കടുത്ത വാക്കുകൾ വീണു പോകും. എന്റെ പൊന്നെ പ്രിയങ്കര പൗലോസെ, സുഹൃത്തെ, തെറ്റിദ്ധരിക്കരുത്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടോണ്ടാ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത നിലയായിട്ടുണ്ട് മനസ്സിൽ. വൈരാഗ്യം തോന്നുന്ന ഈ കാഫറുകളോട് സത്യം പറഞ്ഞേക്കാം. എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞു, ഇവിടെ മൃഗങ്ങൾ ഇവിടെ വേറൊന്ന് ആലോചിച്ച് ജോർജി, പട്ടിയാണോ മനുഷ്യനാണോ വലുത്? പട്ടിയെ തല്ലാൻ പാടില്ല. അടുത്ത ഓർഡർ കണ്ടില്ലായിരുന്നു, ചുണ്ടലിയെ തൊടാൻ പാടില്ല. ചുണ്ടലിയെ തൊട്ടാൽ 3 കൊല്ലം തടവ്. ഇതൊക്കെ അമ്മയുടെ നിയമം. ഒന്ന് ആലോചിച്ച്. ചുണ്ടലിയെ തൊടാൻ പാടില്ല, തൊട്ടാൽ 3 കൊല്ലം തടവ്. മൃഗങ്ങളെ തൊട്ടാൽ 3 കൊല്ലം തടവ്. പട്ടി ഇങ്ങോട്ട് കയറി കടിച്ചാലും തൊടാതെ പൊക്കോണം. അത് ഞാൻ വളരെ വിനയത്തോട് പറയട്ടെ, നിങ്ങൾ ജനങ്ങളെ അറിയാൻ വേണ്ടി ഒരു ഉപദേശം തരികയാണ്. ഈ പട്ടിശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നാണെന്നറിയാമോ? ഒരു ചെറിയ തൊലിയുണ്ട്, ഒരു മരത്തിന് തൊലി. ആ തൊലി അല്പം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിനകത്തോട്ട് ഒരു 10 കഷ്ണം ഇറച്ചി ഇടണം. ആ ഇറച്ചി ഇട്ട് വറ്റിച്ചിട്ട് ആ ഇറച്ചി വഴുതികൾ ഇട്ടേച്ചാൽ മതി. കാഞ്ഞിരം എന്ന് പറയും. ആ കാഞ്ഞിരത്തിന് തൊലി സ്വല്പം എടുത്താൽ മതി. ഇങ്ങനെ ഇട്ടേച്ച് ഞാൻ മറുപടി ഇതിന് എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം. അങ്ങനെ വെട്ടിത്തുറന്ന് പറയല്ലേ ശ്രീ പി സി ജോർജ്. പോലീസ് വീട്ടിൽ വരും. പോലീസ് അവന്റെ അമ്മയുടെ പോലീസ് വരട്ടെ, കണ്ടോളാം ഞാൻ. രസം എന്നാന്നറിയാമോ? ഇത് ഇട്ടിട്ട് ആ ഇറച്ചി ഉണ്ടല്ലോ, ഈ പട്ടി കൂടുന്നിടത്തോട് ഇട്ടേച്ചാ മതി. പട്ടി ചാടി എടുക്കും. അവൻ എടുത്തേച്ച് ഒറ്റ ഓട്ടമാ പോയി ചത്തുപൊക്കോളും. നാടിന് ശല്യമില്ല. മനസ്സിലായോ? മനുഷ്യന് പട്ടിയുടെ കടിയും കൊള്ളണ്ട. ഞാനത് ചെയ്യണം എന്നത് അഭിപ്രായക്കാരന്. ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. ആരാന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ പലരും ആരാന്ന് അന്വേഷിച്ച് എനിക്ക് പിടികിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ ചോദിച്ചപ്പോൾ ഇതാ സാധനം, കാഞ്ഞിരത്തിന് തൊലിയാ. ആ തൊലി സ്വല്പം ഇട്ട് പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഒരു 8-10 കഷ്ണമൊക്കെ ഇറച്ചി, എന്തെങ്കിലും ഇറച്ചി ഇട്ട് വേവിച്ച് അങ്ങോട്ട് റോഡിൽ കൂടി ഇട്ടേച്ചാൽ മതി. പട്ടി തിന്നേച്ച് രസമെന്ന് പറയും. പട്ടി പട്ടി ജീവനെ കൊണ്ട് ഓടുക, തീ കഴിഞ്ഞ് ചത്ത് വീഴുക പോയി. അതൊക്കെ ചെയ്യേണ്ടി വരും. അത് ആരാന്ന് എനിക്കറിയത്തില്ല. അറിയാമെങ്കിലും പറയാനും എനിക്ക് സൗകര്യമില്ല. അത് വേറെ കാര്യം. അതായത് ഞാൻ അത് കാലെ പിടിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നു ഈ മൃഗങ്ങളെ, ഞാൻ പറയുന്നു കൃഷിഭൂമി കൃഷിക്കാരനത്. ജോൺസൺ പറഞ്ഞ എൻ്റെ അഭിപ്രായം. വനഭൂമി വനത്തിൽ. നമ്മൾ വനത്തിലോട്ട് ആരും കയറുന്നില്ല. പണ്ട് കാലത്ത് ചേട്ടന്മാര് വനത്തിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ചേട്ടന്മാരെ വനത്തിൽ കയറി കാണുന്നില്ല. ആ നിലയ്ക്ക് വനത്തിൽ നിന്ന് ഇങ്ങോട്ടും പാടില്ല, ഇവിടുന്ന് വനത്തിലോട്ടും പാടില്ല. ആ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് നിർബന്ധമായി കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കർഷകന് കൊടുക്കണം. കർഷകനകത്ത് കയറി കർഷകനെ വെടിവെച്ചോട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ്. എനിക്ക് ഒരു വിരോധവുമില്ല. ആ നില ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ട. അതിനുവേണ്ടി കൂട്ടായ ഒരു പോരാട്ടം വേണം. ജോൺസൺ കാര്യം ചെയ്യും. ജോൺസൺ ഇറങ്ങാൻ ഞാൻ കൂടിത്തരാം ജോൺസ. അതുപോലെ പൗലീസ് ഉണ്ട്, കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ. കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രമേയം ഉണ്ടാകണം. കോൺഗ്രസിന്റെ നമ്മുടെ ഞങ്ങളുടെ ഈ ഏഞ്ചൽ വാലി ആ മേഖലയൊക്കെ KPC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വന്നേച്ച് പോയി. വളരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ നമ്മുടെ പൗലൂസിനെയും കിട്ടും. ജോൺസൺ കൂടെ ഇറങ്ങിയിട്ട് ഇടുക്കിയും വയനാടും ഈ 2 ജില്ലകളിലാണ് കുഴപ്പം കൂടുതൽ. നിങ്ങൾ ശക്തമായിട്ട് ഇടപെടെ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവൻ കളഞ്ഞ് നിങ്ങളുടെ കൂടെ കാണും. ഒരു സംശയം വേണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. നമ്മൾ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ശ്രീ പൗലോസ്, ഈ മനസാക്ഷിയുള്ള ആരുടെയും കണ്ണിൽ ഒരിറ്റ് കണ്ണീര് തൊട്ടുമുമ്പ് ഈ തോമസിന്റെ മരിച്ചുപോയ തോമസിന്റെ പെങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കണ്ണീര് തീർച്ചയായും വരും. ഈ തോമസിന്റെ മരണത്തിന് ശേഷം ചിലരുടെ വായിൽ നിന്നും വന്ന ചില വാക്കുകൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വനമന്ത്രി പറഞ്ഞ കാര്യം, വയനാട്ടിലെ കടുവകളുടെ എണ്ണം നിയന്ത്രിക്കാൻ കള്ളിങ് ആലോചിക്കുന്നു. കൂടുതലുള്ള കടുവകളെ കൊന്ന് വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്നും മറ്റെല്ലാ രാജ്യങ്ങളും അപ്രകാരം ചെയ്യാറുണ്ടെന്നും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ ഇന്ന് വന്നൊരു ന്യൂസാണ്. ഒപ്പം വയനാട്ടിൽ ടൈഗർ പോപ്പുലേഷൻ കൂടുതലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പഠനം നടത്തുമെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ. ഈ ഒരു കാര്യം പറയാൻ ഒരു വ്യക്തിയുടെ ഒരു മരണം വരെ കാത്തിരിക്കണമായിരുന്നോ ശ്രീ എൽ പൗലോസ്? എന്താണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് പറ്റുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചോദിച്ച അതേ ചോദ്യം ആണ് ഞാൻ പറഞ്ഞത്. 1-ാം പ്രതി ഇതിൽ സർക്കാരാണ് എന്ന് പറയാൻ കാരണം, ഇത്രയും കാലം കാത്തിരിക്കേണ്ട ഒരു കാരണവും ഇല്ല ഇതിനകത്ത്. ഒരു വനം
ഏതെങ്കിലും ഒരു പ്രദേശത്ത് വനമുണ്ടെങ്കിൽ ആ വനം സംരക്ഷിക്കാനും വനത്തിനുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ പെറ്റുപെരുകുന്ന അവസ്ഥ, അവിടുത്തെ വനത്തിന് താങ്ങാൻ പറ്റുന്നതിൽ ഏറെ ജീവികൾ ഉണ്ടാവുന്നുണ്ടോ? കടുവയാണെങ്കിലും ആനയാണെങ്കിലും മറ്റ് വന്യമൃഗങ്ങളാണെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറം വരുന്ന മൃഗങ്ങളെ ഒന്നുകിൽ അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീലൊക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവയെ വംശനാശം വരുത്താൻ അല്ലെങ്കിൽ ആ കൂടുതലുള്ളവയെ കൊന്നൊടുക്കാനോ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദികൾ സർക്കാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, പ്രിയപ്പെട്ട ഈ മരണപ്പെട്ട തോമസ് താമസിക്കുന്നത് വനത്തിനോട് ചേർന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു വന്യജീവി ഒരാളെ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ കൊടുക്കുന്ന നഷ്ടപരിഹാരമല്ല കുടുംബത്തിന് കൊടുക്കേണ്ടത്. വനത്തിൽ നിന്നും 20 കിലോമീറ്റർ പുറത്തേക്ക് വന്ന് അടുത്തൊന്നും വനമില്ലാത്തൊരു പ്രദേശത്ത് കൃഷിക്കാരന്റെ കൃഷിഭൂമിയിൽ വെച്ചിട്ടാണ് തോമസിനെ പിടിക്കുന്നത്. അത് തന്നെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ആ പരിക്ക് പറ്റിയ തോമസിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായ നിരുത്തരവാദപരമായ സമീപനം, ആ ബ്ലീഡിംഗ് ഒന്ന് നിയന്ത്രിക്കാൻ പോലും വേണ്ട ക്രമീകരണം ഒന്നും ചെയ്യാതെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടായിട്ട് അതിൽ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ 108 ആംബുലൻസിൽ കയറ്റി അയച്ചപ്പോൾ ഈ തോമസിന്റെ മരണത്തിന് ഒന്നും കൂടി കാരണമായി ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുള്ള നീക്കം. ഈ രണ്ട് ഭാഗത്തു നിന്നും രണ്ട് വകുപ്പുകളുടെയും ഭാഗത്തുണ്ടായത് ഒരു കൊലപാതകത്തിന് തുല്യമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊലക്കുറ്റത്തിന്റെ പേര് കേസെടുക്കണം, നഷ്ടപരിഹാരം കുറഞ്ഞത് ആ കുടുംബത്തിന് 50 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടതാണ്. കാരണം ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു തോമസ്, ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു തോമസ്. ഇനി ആ മക്കൾക്കും അവരുടെ വിധവയായ ഭാര്യയ്ക്കുമൊക്കെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഒരു 10 ലക്ഷം രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും നിരുത്തരവാദമായി പെരുമാറിയ രണ്ട് വകുപ്പുകളും ഈ തോമസിന്റെ മരണത്തിന് കാരണക്കാരായി എന്നുള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് കൊടുക്കേണ്ടത് ന്യായമാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, അതിന്റെ ബാധ്യതയാണ്. അതിൽ നിന്ന് സർക്കാർ മാറി നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വയനാട്ടിലെ പൊതുസമൂഹത്തിന്റെ ആകമാനം അഭിപ്രായം. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ പ്രത്യേകിച്ച് വയനാടാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ പ്രകാരം 154ഓളം കടുവകൾ 2018 കണക്കുകൾ പ്രകാരം ഒരു തരത്തിലും വയനാട് വന്യജീവി സങ്കേതത്തിന് ആ ഒരു അത്രയും കടുവകളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു നടപടികളൊക്കെ ഒന്ന് ത്വരിതപ്പെടുത്താൻ, ഇതൊരു ജീവന്റെ പ്രശ്നമാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഒരു മെല്ലേപ്പോക്ക് നയം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും വരാറുണ്ട്. കോടതി വിധികളായിക്കോട്ടെ, അവിടെ കൃത്യമായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഒരു സഡൻ ഒരു ആക്ഷൻ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടാകാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ ആവർത്തിക്കുകയാണ്, അതിന് ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ മരിക്കണം. അതുകൊണ്ട് കൂടുതൽ ശക്തമായ ഒരു പ്രക്ഷോഭത്തിന് വയനാടൻ ജനത പദ്ധതിയിടുന്നുണ്ട്, ആ മേഖലയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്നു ചേർന്നുകൊണ്ട്. തീർച്ചയായും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 154 കടുവകൾ മാത്രമല്ല, വയനാട് എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങൾ കർണാടകയും തമിഴ്നാടും ചേർന്ന് കിടക്കുകയാണ്. വയനാട് വന്യജീവി സങ്കേതം, അവിടെ 3 കടുവാ സങ്കേതങ്ങൾ വേറെയുണ്ട്, മുതുമല, ബന്ദിപ്പൂർ, നാഗർഹോള. ഈ 3 കടുവാ സങ്കേതങ്ങളിലെ കടുവകളും കൂടി വയനാട് വന്യജീവി സങ്കേതത്തിൽ എത്തുകയാണ്. അപ്പോൾ 154 ഒന്നുമല്ല, അതിലേറെ കടുവകൾ ആ ചുരുങ്ങിയ പ്രദേശം 344 ചതുരശ്ര കിലോമീറ്ററിൽ വന്നു ചേരുമ്പോൾ അവ വ്യാപകമായി നമ്മുടെ വയനാട്ടിലെ കൃഷി മേഖലയിലേക്ക് കടന്നു വരികയും വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുകയും മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് തടയുന്നതിന് ഈ വന്യമൃഗങ്ങളെ അവിടുന്ന് റീലൊക്കേറ്റ് കടുവകളെ റീലൊക്കേറ്റ് ചെയ്യുന്നതിന് ആ കടുവകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒരു കാരണവശാലും കടക്കാതിരിക്കുന്നതിനുള്ള പ്രതിരോധം തീർക്കുന്നതിന് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ വനം വകുപ്പ് സർക്കാർ ഇടപെട്ട് നടപടി എടുത്തേ പറ്റൂ. അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏതു തരത്തിലുള്ള നിയമലംഘനത്തിനും തയ്യാറാകുന്ന ഒരു ഭീതിതമായ സാഹചര്യത്തിലാണ് ഇന്ന് വയനാട് എത്തി നിൽക്കുന്നത്.
ഓക്കെ. അപ്പൊ അതിന് ചെറിയൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടി ശ്രീ കെ എൽ പൗലോസ്, പ്രത്യേകിച്ച് വയനാടിന്റെ എം പി നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധി വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വയനാട് നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ശ്രീ കെ എൽ പൗലോസ്? തീർച്ചയായും വയനാട് വന്യജീവികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണം, അതേപോലെ തന്നെ വയനാടിന്റെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ, ഇത് അദ്ദേഹം പാർലമെന്റിൽ പലവട്ടം അവതരിപ്പിച്ചതാണ്. അതിനു പുറമെ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ മുഖ്യമന്ത്രിക്കും അതേപോലെ പ്രധാനമന്ത്രിക്കും ഒക്കെ തന്നെ അദ്ദേഹം ഈ കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആ കുടുംബത്തെ സഹായിക്കണമെന്നും വന്യമൃഗശല്യം തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിലാണ്. പക്ഷെ എങ്കിൽ പോലും ഈ കുടുംബത്തെ സന്ദർശിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട്? അദ്ദേഹം തീർച്ചയായിട്ടും ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം കുടുംബത്തെ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ. ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, നമുക്കറിയാം ഈ വയനാട് ആയിക്കോട്ടെ, ഇടുക്കി ആയിക്കോട്ടെ, ഈ മലയോര മേഖലകൾ, ഹൈറേഞ്ച് മേഖലകളൊക്കെ ഈ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളാണ്. പ്രത്യേകിച്ച് പാലായിൽ നിന്നും ലോ റേഞ്ച് മേഖലകളിൽ നിന്നുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്തവരാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി പോലുള്ള മേഖലകളിലൊക്കെ ഒരു അപ്രഖ്യാപിത ഒരു കുടിയിറക്ക് ഭീഷണി ഈ മേഖലയിലെ ജനങ്ങൾ നേരിടുന്നുണ്ടോ? അതായത് ഡയറക്റ്റ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നില്ല, പക്ഷേ മൃഗങ്ങളുടെ ശല്യം, ബഫർ സോൺ വിഷയം, ഇതെല്ലാം കുത്തിപ്പൊക്കി ഒരു അപ്രഖ്യാപിത ഒരു കുടിയിറക്ക് ഭീഷണിയിലാണോ നമ്മുടെ ഹൈറേഞ്ച് ജനത, മലയോര ജനത? ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. ജോറി സാറെ, ഇതിന്റെ ഉത്തരം സത്യസന്ധമായി പറഞ്ഞാൽ അത് വർഗീയതയായി ചിത്രീകരിക്കപ്പെടും. ശരിക്കും മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുടെ കാലഘട്ടം മുതൽ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമര രംഗത്തേക്ക് വന്നത് ക്രൈസ്തവ സഭാ നേതൃത്വം, അതിനോടൊപ്പം മറ്റു സമുദായങ്ങളും ചേർന്നു. അന്നും അതിനെ വർഗീയവൽക്കരിച്ച് വിഷയത്തെ ലഘൂകരിക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചത്. ഇന്ന് നമ്മൾ ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞാൽ അതിനെ വർഗീയതയായിട്ട് ചിത്രീകരിക്കും. അത് കേരള സമൂഹം വിലയിരുത്തും. ഞാൻ പൊതുവായി കേരള സമൂഹം അറിയേണ്ട ഈ വനം വകുപ്പ് സമാന്തര സർക്കാരായി നടത്തുന്ന ചില കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇടുക്കിയിൽ മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടെ 9 കോടിയോളം രൂപ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. എത്രയാ? 9 കോടി രൂപ. ഈ കാലയളവിൽ 45 പേർ മരണപ്പെട്ടു, 536 പേർക്ക് പരിക്കേറ്റു. ഈ കഴിഞ്ഞ ദിവസം പ്രമുഖമായ ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട്, വിശ്വസിക്കാവുന്ന പത്രമാണ്, അനുവദിച്ച, അതായത് ഇങ്ങനെയുള്ള കൃഷിക്കാർക്കും കൃഷിഭൂമി നശിച്ചവർക്കും മരണപ്പെട്ടവർക്കും കൊടുക്കേണ്ടുന്ന നഷ്ടപരിഹാര തുക അനുവദിച്ച തുകയിൽ 48.5 കോടി രൂപ ലാപ്സ് ആയിരിക്കും. ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ 20 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞല്ലോ. 48.5 കോടി രൂപ ഇടുക്കി ജില്ലയിൽ മാത്രം ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന തുക ലാപ്സ് ആയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കട്ടെ. വർഗീസ് ചേട്ടൻ 50 ലക്ഷം പറഞ്ഞില്ലേ? എന്റെ അഭിപ്രായം 50 ലക്ഷം പോരാന്ന്. ഒരു വാഹന അപകടം ഉണ്ടായാൽ അപകടത്തിൽ പരിക്ക് പറ്റുന്നയാൾക്കോ മരണപ്പെടുന്നയാൾക്കോ എങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കുന്നത്? അയാളുടെ പ്രായം, അയാളുടെ വരുമാനം ഒക്കെ പരിഗണിച്ചല്ലേ? അല്ലേ? സ്വാഭാവികമായും മരണപ്പെടുന്ന വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെടുന്ന വ്യക്തിയുടെ വരുമാന മാർഗം, പ്രായം, അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുടുംബം, ആശ്രിതർ, ഇത് പരിഗണിച്ചുകൊണ്ട് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ. അല്ലാതെ ജനം പ്രക്ഷോഭം നടത്തുമ്പോൾ 5 ലക്ഷം മിനിമം, ശബ്ദവിച്ചറ കൂടിയാൽ DFO ആരെങ്കിലും വന്ന് 10 ലക്ഷം, മുഖ്യമന്ത്രി 20 ലക്ഷം, ഇതന്നെ ആരുടെയെങ്കിലും ഔദാര്യമാണ്? ആരുടെ ഔദാര്യമല്ലല്ലോ. ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന രീതിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ആളുടെ ജീവന്റെ മൂല്യം കണ്ടെത്തിക്കൊണ്ട് അതിലൊരു ജനകീയ സമിതി ഉണ്ടാകട്ടെ, പ്രാദേശിക പഞ്ചായത്തും രാഷ്ട്രീയ പ്രവർത്തകരും തഹസീൽദാർക്കൊക്കെ ഉണ്ടാകട്ടെ. ആ ആൾക്ക് എത്രമാത്രം നഷ്ടം ആ കുടുംബത്തിനുണ്ടെന്ന് വിലയിരുത്തിയിട്ട് മാന്യമായ നഷ്ടപരിഹാരം, തുകയൊന്നും പറയാൻ കഴിയില്ല, മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. മറ്റൊരു ഫോറസ്റ്റ് വകുപ്പിന്റെ കള്ളക്കളി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഈ വനം വകുപ്പ് വനം സംരക്ഷിക്കാൻ, വനത്തിനുള്ളിലെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ചെലവഴിക്കുന്ന തുക ഇത് ചെലവഴിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂക്കാലി അടക്കമുള്ള പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഫയർ ലൈൻ നിർമ്മിക്കുന്നു വേനൽക്കാലത്ത്, കാട്ടുതീ പടരാതിരിക്കാൻ. ഇതിനകത്തൂടെ സഞ്ചരിക്കാൻ ട്രക്ക് പാത്തുകൾ നിർമ്മിക്കുന്നു.
ഇതിന്റെയൊക്കെ ഓഡിറ്റുകളുണ്ടോ? ഞാൻ 3-4 ചെറിയ ആവശ്യങ്ങൾ മാത്രം ആവശ്യപ്പെടുന്നു. ഒന്ന്, മറയൂരിലെ ചന്ദന ഫോറസ്റ്റ് സംരക്ഷിക്കുവാൻ വിനിയോഗിക്കുന്ന ഫണ്ടിന്റെ ഓഡിറ്റ് നടത്തി അതൊന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ വനം വകുപ്പിന് തന്റെ ഇടം. പെരിയാർ ടൈഗർ റിസർവ് സംരക്ഷിക്കുവാൻ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് പ്രതിവർഷം ചെലവഴിക്കുന്നതിന്റെ കണക്ക് പുറത്തുവിടുവാൻ, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുവാൻ വനം വകുപ്പിന് തന്റെ ഇടമുണ്ടോ? വർഷാവർഷങ്ങളിൽ മറ്റു വനങ്ങൾ സംരക്ഷിക്കാൻ ഫയർ ലൈനും അതിനകത്തൂടെ നിരീക്ഷിക്കാൻ പോകുന്ന ട്രക്കിംഗ് പാത്തുകളും ഒക്കെ നിർമ്മിക്കുന്നതിന്റെ കണക്കുകൾ പുറത്തുവിടാൻ വനം വകുപ്പിന് തന്റെ ഇടമുണ്ടോ? ഇത് കൂടാതെ എത്രയോ ചെറുതും വലുതുമായ പ്രദേശങ്ങളെ വനം വകുപ്പ് അവർ അധീനതയിലാക്കിയിരിക്കുന്നത്. ജോർജ്, ഒരു കാര്യം ഓർക്കണം, ഈ അടുത്ത കാലത്ത് കുറിഞ്ഞി പോത്ത കള്ളിപ്പാറ ഉണ്ടല്ലോ, കള്ളിപ്പാറ, അവിടെ കൊണ്ടുവന്ന് ഇവര് ജയിച്ചിട്ട് അവിടെ പ്രവേശന ഫീസ് വാങ്ങിച്ചു. ഇപ്പൊ അത് അവരുടെ വനമാക്കി മാറ്റുക. ഇങ്ങനെ എത്രയോ പ്രദേശങ്ങളായി ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ പ്രകൃതിയുടെ ഭാഗങ്ങൾ ഇവർ കൈവശപ്പെടുത്തിയെടുത്ത് അവിടെ പ്രവേശന ഫീസ് വാങ്ങിക്കുന്നു, അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്നു. ഇതിന്റെയൊക്കെ കണക്കുകൾ, വരവ് ചെലവ് കണക്ക് പുറത്തുവിടാൻ ഈ വനം വകുപ്പിന് തന്റെ ഇടമുണ്ടോ? ഇങ്ങനെ വനം വകുപ്പിൽ ചെലവഴിക്കുന്ന, വനം വകുപ്പിന് കിട്ടുന്ന കാർബൺ ഫണ്ടും ഇങ്ങനെ മറ്റു ഇതര മാർഗങ്ങളിൽ കിട്ടുന്ന ഫണ്ടിന്റെ വരവും ചെലവഴിക്കുന്ന തുകയും ഒന്ന് പുറത്തുവിടണം. എന്നിട്ട് ഇതുപോലെ 48.5 കോടി പോലെ ലാഭ്സായ കണക്ക് പൊതുജനത്തോട് പറയണം. ഈ മരിച്ചുപോയ ചേട്ടന്റെ വീട്ടുകാർ വന്ന് കരയുന്നത് പോലെ ഒരു കുടുംബത്തിന്റെ ജീവൻ പോയി കഴിയുമ്പോ അതിനുവേണ്ടി ഇങ്ങനെ ധർമ്മം യാചിക്കുന്നത് പോലെ സർക്കാരിന് മുമ്പിൽ കേണു നിൽക്കേണ്ട ഒരു ഗതികേട് ഈ സംസ്ഥാനത്ത് ഇനി ഒരു കർഷകന്, ഒരു സാധാരണക്കാരൻ ഉണ്ടാവരുത്. ആ നിലപാട് ഭരണാധികാരികൾക്ക് ഉണ്ടാവണം. ഇതാണ് പറയാനുള്ളത്. ഓക്കെ, വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇനിയൊരു കുടുംബം പോലും ഒരു വന്യജീവി ആക്രമണം മൂലം ആ കുടുംബത്തിൽ കണ്ണീര് വീഴാതിരിക്കട്ടെ. ശക്തമായ നടപടികൾ, മനുഷ്യജീവൻ സംരക്ഷിക്കുവാൻ ശക്തമായ നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, ശ്രീ KL പൗലോസ്, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തന്നെ മരിച്ചുപോയ സാലുവിന്റെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നന്ദി.